ശ്രീ ഷാഫി ചാലിയം കേൾക്കാമോ? ഇപ്പോൾ കേൾക്കാം. ശരി, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. അല്ല, ഒരു സെക്കൻഡ്. ഞാൻ അങ്ങ് പറഞ്ഞതിന് ഒരു അന്വേഷണം നടത്തുകയായിരുന്നു. അപ്പോൾ അരുൺ അതിന് മറുപടി നൽകുന്നു. കോടതിയിൽ പോലും രേഖകളില്ല വഖഫ് ബോർഡിൻ്റെതായി. അതേസമയം അവിടെയുള്ള ഗ്രാമവാസികൾ കോടതിയെ സമീപിച്ച് അവരുടെ പക്കലുള്ള രേഖകൾ, ഇത് ഞങ്ങളുടേതാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയിട്ടുമുണ്ട്. പിന്നെ ഈ അരുൺ ആലത്തൂർ ഇന്ന് മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി, റവന്യൂ ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ ആരും അവിടുത്തെ രാഷ്ട്രീയ പിൻബലം ഭയന്ന് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ശ്രീ ഷാഫി ചാലിയം. ഞാൻ പറയാം. നിങ്ങൾ ഒന്ന് ഇടപെടാതിരിക്കൂ. ഞാൻ കൃത്യമായിട്ട്, ഞാൻ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ചെയ്തത് റവന്യൂ ഡിവിഷണൽ ഇൻസ്പെക്ടറെ വിളിച്ചു. ശേഷം തൃശ്ശൂർപ്പള്ളി ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ ശേഖരിച്ചു. അതിനുശേഷം തമിഴ്നാട് വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ അബ്ദുറഹ്മാൻ എക്സ് MP അദ്ദേഹവുമായി സംസാരിച്ചു. എല്ലായിടത്തും സംസാരിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ് ഞാനിവിടെ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. തികച്ചും നിങ്ങൾ നടത്തിയതൊരു വിദ്വേഷ പ്രചരണമാണ്. കാരണം പ്രസൻ്റ്ലി അങ്ങനെ ഒരു വിഷയം അവിടെ ഇല്ല. ഉണ്ടായിരുന്നു. എങ്ങനെ? 1954 വഖഫ് ആക്ട് വരുന്നത്. 1958 തമിഴ്നാട് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത് കൊടുത്ത ഭൂമിയാണ് തിരുച്ചെന്തൂരിലെ ഈ 470 ഏക്കറും അതിൻ്റെ പരിസരത്തുള്ള ഏകദേശം 800 ഏക്കറും. വഖഫ് ബോർഡ് പോയി എൻക്രോച്ച് ചെയ്തതല്ല, പിടിച്ചു വാങ്ങിയതല്ല. 1958 തമിഴ്നാട് ഭരിച്ചിരുന്ന ഗവൺമെൻറ് എന്ത് ചെയ്തു? 54 ഉണ്ടാക്കിയ വഖഫ് ആക്ട് പ്രകാരം ഉണ്ടാക്കിയ വഖഫ് ബോർഡിലേക്ക് തമിഴ്നാട്ടിൽ എന്തെല്ലാം വഖഫ് ചെയ്ത സ്വത്തുക്കളുണ്ട് എന്ന് അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സർവേ നടത്തി വഖഫ് ബോർഡിനെ നോട്ടിഫൈ ചെയ്ത് കൊടുത്ത പ്രദേശമാണ് ഈ 470 ഏക്കറയും അതുപോലെ തന്നെ ഒരു ശംഖ് മുഴക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ടല്ലോ, ഒരു 800 ഏക്കർ. ഇത് പഴയ കാലമാണ്, ആ 58 കാലമാണ്. അതിനുശേഷം അവിടെ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ പരിസരത്ത് ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അവിടുത്തെ പല ജനങ്ങളും ഇത് വഖഫ് ഭൂമിയാണ് എന്ന് അറിയാതെ ഈ സ്ഥലം മേടിച്ചിട്ടുണ്ട്, ക്രയവിക്രയം നടത്തിയിട്ടുണ്ട്. ധാരാളം വഖഫ് സ്വത്തുക്കൾ, നോട്ടിഫൈ ചെയ്ത് കിട്ടിയ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിൽ അതാത് സ്റ്റേറ്റിലെ വഖഫ് ബോർഡിന് ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഈ വഖഫ് ബോർഡിന്റെ വസ്തു എന്ന് അറിയാതെ എങ്ങനെയാണ് വാങ്ങാൻ പറ്റുക എന്ന് മനസ്സിലാവില്ല. അല്ല, ഒരു മിനിറ്റ് കൃഷ്ണരാജ് ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കട്ടെ. ഞാൻ നിങ്ങൾ കേട്ടല്ലോ. അതായത് ഇത് തമിഴ്നാട് ഗവൺമെന്റ് ആണ്, തമിഴ്നാട് ഗവൺമെന്റ് ആണ് ഈ സ്ഥലം വഖഫ് ബോർഡിൻ്റെതാണെന്ന് പറഞ്ഞ് നോട്ടിഫൈ ചെയ്ത് വഖഫ് ബോർഡിലേക്ക് ഏൽപ്പിക്കുന്നത്. ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ ഞാൻ പറയുന്നതിൽ? ഇല്ല, കേൾക്കാം, പറഞ്ഞോളൂ. അതായത് വഖഫ് ബോർഡ് പോയി പിടിച്ചടക്കിയതല്ല, ക്ഷേത്രമൊക്കെ അടങ്ങുന്ന ഭൂമി പോയി വഖഫ് ബോർഡ് പിടിച്ചടക്കിയതല്ല. 58 തമിഴ്നാട് ഗവൺമെൻറ് സർവേ ചെയ്ത് നോട്ടിഫൈ ചെയ്ത്, ആ നോട്ടിഫിക്കേഷൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അത് ഒരു മണിക്കൂറിനുള്ളിൽ അതിൻ്റെ എല്ലാ രേഖകളും അതിൻ്റെ ഡീറ്റെയിലും എൻ്റെ കയ്യിലെത്തും. ഓരോ സ്റ്റേറ്റിലെയും വഖഫ് ബോർഡുകൾ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിതയിൽ കാണിച്ച അനാസ്ഥ, ഈ അനാസ്ഥ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തുടർച്ചയായി വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നതിനെതിരെ പിന്നീട് വന്ന ഗവൺമെൻറ്റുകളൊക്കെ വഖഫ് ബോർഡും ഈ വഖഫ് ബോർഡിൻ്റെ ഈ എൻക്രോച്ച്മെൻറ്റ് തടയണമെന്ന നിർദ്ദേശം സെൻട്രൽ വഖഫ് കൗൺസിലിൽ നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്തു? തമിഴ്നാട് ഗവൺമെൻറ്റിനോട് ഇവിടെ നിലവിൽ തമിഴ്നാട് വഖഫ് ബോർഡിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത സ്ഥലങ്ങളിൽ, ആ സ്ഥലങ്ങളിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊന്ന് സർവേ നടത്തണമെന്ന് പറഞ്ഞ് സംയുക്തമായി തമിഴ്നാട് വഖഫ് ബോർഡിൻ്റെയും തമിഴ്നാട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമാടെ നടത്തിയ കയ്യേറ്റങ്ങളുടെ ലിസ്റ്റ് എടുത്തു. ആ ലിസ്റ്റ് എടുത്തപ്പോഴാണ് എന്ത് വരുന്നത്? ഈ തിരുച്ചെന്തൂർ എന്ന ഈ
വില്ലേജിലെ ഇങ്ങനെ ഒരു സ്ഥലം എന്താണ് അവിടെ കുറേ ആളുകൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അറിയുന്നത്. സ്വാഭാവികമായിട്ടും അന്ന് അതിന് നിയമപരമായി എന്ത് ചെയ്തു, വഖഫ് ബോർഡ് സ്വാഭാവികമായിട്ടും ലീഗൽ ഒപ്പീനിയൻ തേടി. ആ വഖഫ് ബോർഡ് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തിലെയും പരിസര പ്രദേശത്തിലെയും എല്ലാ രജിസ്റ്റർ ഓഫീസുകൾക്കും കലക്ട്രേറ്റുകൾക്കും റവന്യൂ അധികാരികൾക്കും ഇത് കൈമാറി. സ്വാഭാവികമായും അതോടുകൂടി എന്ത് സംഭവിച്ചു, വഖഫ് ബോർഡ് അതിൻ്റെ രേഖകളിലുള്ള ഭൂമിയാണ് ഇതെന്നും അതിൻ്റെ മുകളിൽ തീർച്ചയായും ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഗവൺമെൻറ് അത് വഖഫ് ബോർഡിനെ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട് ഗവൺമെൻറ്റിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. അതുവരെ ഗവൺമെൻറ് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നവരെ എന്ത് ചെയ്തു, ടെമ്പററി ട്രാൻസിസ്റ്റൽ പൊസഷൻ, അതായത് അവിടെ ക്രയവിക്രയം മാത്രം പാടില്ല, നിങ്ങൾക്ക് അവിടെ താമസിക്കാം, ജീവിക്കാം, ക്ഷേത്രം നടക്കട്ടെ, എല്ലാം നടക്കട്ടെ, ഈ തർക്കം ഗവൺമെൻറ് പരിഹരിച്ച് തരണം എന്ന് കാത്തുന്നു. അങ്ങനെ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, മുഖ്യമന്ത്രി അടക്കമുള്ള ടീമുകൾ എല്ലാവരും കൂടി യോഗം ചേർന്ന് ഒരു പീസ് മീറ്റിംഗ് ചേർന്ന് 2022 സെപ്റ്റംബർ മാസത്തിൽ തന്നെ എന്ത് തീരുമാനിച്ചു, അവിടെ സ്റ്റാറ്റസ് കോ നിലനിർത്തണം, ഭൂമി ക്രയവിക്രയം ചെയ്യാനുള്ള തടസ്സം പാടില്ല, ഭൂമി ക്രയവിക്രയം ചെയ്യണമെങ്കിലും ലോൺ എടുക്കണമെങ്കിലും വഖഫ് ബോർഡിൻ്റെ NOC വേണമെന്ന ആ നിബന്ധന എടുത്തു കളഞ്ഞു. അതിനെക്കുറിച്ച് ദ ഹിന്ദുവിൽ വന്ന റിപ്പോർട്ട് കൃഷ്ണരാജിന് ഞാൻ അയച്ചു തരാം. സെപ്റ്റംബർ 14, 2022 അതിന് തീരുമാനം കൃത്യമായി ദ ഹിന്ദുവിൽ അത് സംബന്ധമായി വന്നിരിക്കുന്നു. വന്ന ആ റിപ്പോർട്ട് ഞാൻ അതിൻ്റെ വെറുതെ വായിച്ച സമയം കളയണോ, ഇതിൽ പറയുന്നു, വെൻ contacted collector Mr. Pradeep Kumar told the Hindu that as per the decision arrived at the peace meeting, there was no need to get NOC from Waqf Board for registering deeds. As of now, the people could continue to sell or buy lands in the village. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഹിന്ദു പത്രത്തിൽ വന്നതാണ്. ഇനി ഒരു 4 മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല, മാത്രം കൃത്യമായി അന്വേഷിക്കാതെ ഇതൊക്കെ പറയുമോ? ഈ 2002 മുതൽ താൽക്കാലികമായി രേഖാ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ടെന്നും പ്രശ്നപരിഹാരത്തിന് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തണമെന്നും മന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അത് പുതിയ കാര്യമൊന്നുമല്ല. ഇത് അല്ല, എനിക്ക് ഒന്നും നിങ്ങളെ ചർച്ച ഒന്നും മനസ്സിലാകുന്നില്ല. ആരാപ്പ സംസാരിക്കണേ? നിങ്ങൾ കൃഷ്ണരാജാണ് പറഞ്ഞത്. അതായത് കിരൺ റിജിജു ഇന്നലെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങിപ്പോൾ വലിയ കാര്യമായി ഉയർത്തിക്കാട്ടിയ 2002 കാര്യം, കൃഷ്ണരാജ്, ഞാൻ 2022 കാര്യം, പിന്നെ അങ്ങ് പറഞ്ഞ ഈ 1958 ആണോ? അങ്ങ് പറഞ്ഞൊരു 58. ഇത് ഞാൻ ദിവസം ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഞാൻ എനിക്ക് പിന്നെ ഇടപെടണ്ടേ സാർ? ഞാൻ അങ്ങ് നോക്കൂ, 8:05 ആവുന്നു, അങ്ങാണ് കൂടുതൽ സമയം സംസാരിച്ചത്. അതിനെ നമുക്ക് അല്ല, ഞാനിവിടെ ഞാൻ പറഞ്ഞത് എന്താണ്? അങ്ങ് പറഞ്ഞതാണ് കിരൺ റിജിജു ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞതാണ്. അത് കണ്ടെത്താൻ വേണ്ടി സർവേ നടത്തുന്നു. പ്രേക്ഷകർ, ഒരു മിനിറ്റ്, പ്രേക്ഷകർ ഇപ്പൊ എന്താ, ആരതാ, ഇന്റേതാണോ നിങ്ങളതാണോ, ആരതാ കേൾക്കുന്നത്? ഞാൻ ഇതുകൊണ്ടാണ് നിങ്ങൾ ജനം വിളിച്ചപ്പോ വരില്ലെന്ന് പറഞ്ഞത്. എന്താണ് മറ്റു ചാനൽ പോലെ കൃഷ്ണരാജ് എന്നത് ജനം TV അല്ല. കൃഷ്ണരാജ് ഞാൻ പല ചാനലിൽ ഞാൻ കണ്ടതാ. ഞാൻ ചോദ്യം ചോദിക്കരുത് എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താന്ന് മനസ്സിലാവും. അവിടുത്തെ ജില്ലാ കളക്ടർ പറയുന്നു, നിങ്ങളെ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ ലോൺ കിട്ടാത്ത പ്രശ്നമില്ല, വഖഫ് ബോർഡിന്റെ NOC വേണമെന്ന നിബന്ധന ഇപ്പോൾ അവിടെ നിലവിലില്ല. ഞാനതിന്റെ രേഖയാണ്. ഞാൻ ജില്ലാ കളക്ടർ ദ ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു. ശരി സാർ, മറുപടി യുവരാജ്. അല്ല, ശ്രീ ഷാഫി ചാലിയം ഇവിടെ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നുകയാണ്. സംസാരിക്കണ്ടേ സാർ? തമിഴ്നാട് വഖഫ് ബോർഡിന് എന്താണോ പറയാനുള്ളത് കൂടി നിങ്ങൾ അറിയണം, എന്നിട്ടാണ് ചർച്ച മുന്നോട്ട് പോകേണ്ടത്. ശരി, ഒരു മണിക്കൂർ നിങ്ങൾ യന്ത്രം തകരാറ്, ഞാൻ നിർത്തുകയാണ്. അങ്ങനെ ജനാധിപത്യം ഇല്ലാത്തൊരു ജനാധിപത്യ മര്യാദകേടും കാണിച്ചിട്ടില്ല. അല്ല, അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും ആരാ വിളിച്ചോടുന്നത്. എനിക്കൊന്നും ചോദിക്കണ്ടേ? അല്ല, അദ്ദേഹം വളരെ ഭംഗിയായിട്ടൊരു കാര്യം അദ്ദേഹം തന്നെ സമ്മതിച്ചു. മറുപടി ഇല്ല എന്ന് ഞാൻ കരുതിക്കോളാം. എനിക്കല്ലാതെ മാർഗമില്ല.
അങ്ങയെ വിളിച്ച് അതിഥിയായി കണ്ട് തന്നെ ഇവിടെ ഇരുത്തി അങ്ങയ്ക്ക് കൂടുതൽ സമയം തന്നതാണ്. ഇടപെട്ട് ചോദിച്ചാൽ ഞാൻ എണീറ്റ് പോകുമെന്ന് പറയുന്നത് ശരിയല്ല സാർ. അങ്ങ്, ഞാൻ അതാണ് പറഞ്ഞത്, അങ്ങ് വായിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുന്ന ആളാണ്. 1 മണിക്കൂർ വേണമെങ്കിൽ അങ്ങനെ ഇരുന്ന് സംസാരിച്ചോളും. പക്ഷെ അത് പറ്റില്ലല്ലോ. ഇനിയും 2-3 പേര് ഇവിടെ ഉണ്ട്.